ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ സാമ്പാർ. നമ്മൾ തേങ്ങ ചിരകി വെച്ചു. അത് നമ്മൾ ചീഞ്ചട്ടിയിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനോട്ട് തേങ്ങ ആഡ് ചെയ്തു. പിന്നെ അതിലോട്ട് നമ്മൾ ഒരു സവാള, അതായത് പകുതി സവാള, കറിവേപ്പില, രണ്ട് വെളുത്തുള്ളി, ഇത്തിരി ഉലുവ, 2 ചുവന്നുള്ളി ചേർത്ത് വണക്കുക. നമ്മളിവിടെയൊക്കെ വണക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേറെ വല്ല ടെർമിനോളജി ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ കമൻറ്റ് സെക്ഷനിലോട്ട്. അത് നമ്മൾ നന്നായി വണക്കിയെടുക്കുകയാണ്. ഈ തേങ്ങ കൊത്ത് വണക്കിയെടുക്കുമ്പോഴുള്ള സ്മെല്ല് അത് ഭയങ്കര അപാരം തന്നെ, അടിപൊളി മണമാണ്. നിങ്ങൾക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? പിന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കില്ലല്ലോ അല്ലേ? അതൊന്ന് ഇതിനിടയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ടേക്കുക. ഇതിനകത്തോട്ട് നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. നന്നായി ഒന്ന് ഇളക്കാം. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു കുക്കറിൽ നമ്മുടെ തുവരപ്പരിപ്പ് ഇട്ടിട്ട് 3/4 ഗ്ലാസ് തുവരപ്പരിപ്പ് ഇട്ടിട്ട് 2 വിസിലാക്കി എടുത്ത് വെച്ചിരുന്നു. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ വെള്ളരിക്ക, നമ്മുടെ സ്വന്തം മുരിങ്ങക്കായ, വഴുതനങ്ങ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിന് അടിപൊളിയല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ചില്ലി പൗഡർ നമ്മൾ 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി അപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം എത്രയാണോ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യം, ഉപ്പ് നമുക്ക് അതിനനുസരിച്ചിടുക. അങ്ങനെ നമ്മുടെ കുക്കറിൽ കിടന്നുകൊണ്ട് നമ്മുടെ സാമ്പാർ തിളയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ തിളച്ച് വരട്ടെ. അതിനകത്തോട്ട് ഞാൻ 2 ടൊമാറ്റോയും 2 പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാമ്പാർ തിളയ്ക്കുകയാണ് സുഹൃത്തുക്കളെ, തിളയ്ക്കുകയാണ്. ഒരു കാർത്തിക്കാര്യ കയറി വന്നു ഇടയ്ക്ക്. സോറി, കാർത്തിക് സൂര്യയാണ്. അങ്ങനെ നമ്മുടെ സാമ്പാർ തിളയ്ക്കുകയാണ്. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കവേ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലായിരുന്നോ, തേങ്ങ വണക്കി വെച്ചില്ലായിരുന്നു, അത് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇളക്കട്ടെ, നന്നായി അങ്ങോട്ട് ഇളക്കിയെടുക്കുക. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഞാൻ കുക്കർ വെറുതെ ഒന്ന് ജസ്റ്റ് അടച്ചൊന്ന് കംപ്ലീറ്റ് ആയിട്ടല്ല, വെറുതെ ഒന്ന് മൂടി വെച്ചുകൊണ്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ മറ്റേ ബേണറിൽ ഒരു ചീഞ്ചട്ടിയും വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കടുകും ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ മല്ലിയിലയും നമ്മുടെ കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ച സാമ്പാറിലോട്ട് ആഡ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ നാടൻ സാമ്പാർ റെഡിയായി. എങ്ങനെയുണ്ട് റെസിപ്പി? ഈസി അല്ലേ? അപ്പം ഞാൻ ഒന്നുകൂടെ സുഹൃത്തുക്കളെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ ഊർജ്ജം. താങ്ക് യു സോ മച്ച്.